മാറുന്ന കാലാവസ്ഥയും ആധുനിക പരിപാലന രീതികളിലെ അറിവില്ലായ്മയും ക്ഷീരമേഖലയിൽ ഉണ്ടാക്കുന്ന പ്രതിസന്ധികളെക്കുറിച്ചുള്ള അന്വേഷണമാണ് പാലിക്കേണ്ടതല്ലേ പശുപരിപാലനം എന്ന ഈ ഗവേഷണ പ്രൊജക്ട്. പശുപരിപാലന രംഗത്തെ കൃത്യമായ അറിവില്ലായ്മയും കാലാവസ്ഥ വ്യതിയാനവും കർഷകർക്ക് വരുത്തിവെക്കുന്ന സാമ്പത്തിക നഷ്ടങ്ങൾ വിശകലനം ചെയ്യാനും ഈ മേഖലയെ ഒരു ലാഭകരമായ ആധുനിക സംരംഭമായി മാറ്റാനുമുള്ള പ്രായോഗിക പരിഹാരങ്ങളാണ് ഈ പഠനത്തിലൂടെ നമ്മുടെ കൂട്ടുകാർ അന്വേഷിക്കുന്നത്. മണ്ണാർക്കാട് BRCയുടെ നേതൃത്വത്തിൽ MEHSS മണ്ണാർക്കാട്, KAHHSS കോട്ടോപ്പാടം, GOHSS എടത്തനാട്ടുകര, SAHMGHS വടശ്ശേരിപുരം, GVHSS അല്ലല്ലൂർ എന്നീ വിദ്യാലയങ്ങളിലെ 30 കുട്ടി ഗവേഷകരാണ് ഈ പഠനം പൂർത്തിയാക്കിയത്. കോട്ടോപ്പാടം, അലനല്ലൂർ പഞ്ചായത്തുകളിലെ ക്ഷീര കർഷകരെയും ഡയറി ഫാമുകളെയും കേന്ദ്രീകരിച്ച് നടത്തിയ ഈ പഠനത്തെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാനായി നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ് 9ാം ക്ലാസ്സിലെ കുട്ടി ഗവേഷകരായ ഫാത്തിമ സജ MC, നന്ദകിഷോർ CV, അനഘ E എന്നിവർ. ആദ്യമായി ഒരു സംഭാഷണത്തിലൂടെ തുടങ്ങിയാലോ? എന്താ ചേട്ടാ വിഷമിച്ചിരിക്കുന്നേ? പാല് കുറവാണ് ഇന്ന്. എന്തു പറയാനാ മക്കളെ, തീറ്റയും പുല്ലുമെല്ലാം കൊടുക്കുന്നുണ്ട്, പക്ഷെ പശുവിനാണ് വല്ലാത്ത ക്ഷീണം. ചേട്ടാ കൃത്യമായ അളവിലുള്ള ബാലൻസ് ഡയറ്റ് ഒക്കെ ഫോളോ ചെയ്യാറുണ്ടോ? റെക്കോർഡൊക്കെ സൂക്ഷിക്കാറുണ്ടോ? ബാലൻസ്ഡ് ഡയറ്റോ? അതൊക്കെ എന്താ? അതൊക്കെ വലിയ വലിയ ഫാമുകളിലുള്ളതല്ലേ. ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക് അതൊക്കെ ആര് പറഞ്ഞു തരാനാ? ഇതാണ് ചേട്ടാ പ്രശ്നം. ശാസ്ത്രീയമായ അറിവില്ലായ്മയാണ് പല കർഷകരെയും പിന്നോട്ടടിക്കുന്നത്. ബഹുമാനപ്പെട്ട അധ്യാപകരെ, വിദ്യാർത്ഥികളെ, സദസ്സിലിരിക്കുന്ന മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് ഫാത്തിമ സജ MC, MES ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഞാൻ. എന്റെ പേര് നന്ദകിഷോർ CV, ഞാൻ GOHS എടത്തനാട്ടുകരയിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. എന്റെ പേര് അനഘ, ഞാൻ KHS കോട്ടപ്പാടം സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. മണ്ണാർക്കാട് BRCയുടെ നേതൃത്വത്തിൽ 5 വിദ്യാലയങ്ങളിൽ നിന്ന് 30 വിദ്യാർത്ഥികൾ ചേർന്ന് പശുപരിപാലന രംഗത്ത് ക്ഷീര കർഷകർ നേരിടുന്ന വെല്ലുവിളികളെ പറ്റി ഒരു പഠനം നടത്തി. ഇതിനായി ഞങ്ങൾ സ്വീകരിച്ച പ്രദേശമാണ് അല്ലല്ലൂർ കോട്ടപ്പാടം ഗ്രാമപഞ്ചായത്തുകൾ. ഞങ്ങൾ അവതരിപ്പിക്കുന്ന പ്രൊജക്റ്റാണ് പരിപാലിക്കേണ്ടതല്ലേ പശുപരിപാലനം. ഇനി നമുക്ക് ഇതിന്റെ കണ്ടെത്തലുകളിലേക്ക് പോകാം. ശാസ്ത്രീയമായ രീതിയിലായിരുന്നു ഞങ്ങളുടെ അന്വേഷണം. ഞങ്ങൾ ക്ഷീര കർഷകരുടെ ഇടയിലും ഇടനില ഫാമുകളുടെ ഇടയിലും ചെന്ന് സർവേകൾ നടത്തി. അതോടൊപ്പം ഫാമുകളിൽ നേരിട്ട് സന്ദർശിക്കുകയും ചെയ്തു. ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാരുമായും ഡോക്ടർമാരുമായി നേരിട്ട് അഭിമുഖം നടത്തുകയും ലൈഫ് സ്റ്റോക്ക് മേഖലയിലുള്ള ഉന്നതരോട് ഞങ്ങൾ നേരിട്ട് സംവദിക്കുകയും ചെയ്തു. 50% കർഷകർക്കും വേനൽക്കാല പ്രത്യേക പരിചരണത്തെക്കുറിച്ച് അറിവില്ല. ആരും തന്നെ ഫാം റെക്കോർഡുകളോ ഹെൽത്ത് റെക്കോർഡുകളോ സൂക്ഷിക്കുന്നില്ല. തീറ്റ നൽകുമ്പോൾ ബാലൻസ്ഡ് ഡയറ്റ് എന്ന രീതിയെക്കുറിച്ച് 100% കർഷകരും അറിവില്ലാത്തവരാണ്. വിരമരുന്ന് കൊടുക്കുന്നുണ്ടെങ്കിലും വാക്സിനേഷൻ പലരും മുടക്കുന്നു. കൃത്യമായ റെക്കോർഡ് കയ്യിലില്ലാത്തതാണ് ഇതിന് കാരണം. രാവിലെയും വൈകുന്നേരവും പാല് കറക്കുന്ന ശാസ്ത്രീയ ഇടവേള 98.2% ആളുകളും സ്വീകരിക്കുന്നില്ല. ഞങ്ങൾ ഇതിനായി സ്വീകരിച്ച പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? 1. ബാലൻസ് ഡയറ്റ്. ബാലൻസ് ഡയറ്റ് എന്ന് വെച്ചാൽ പശുവിന്റെ പ്രായം, പാലുൽപാദനം എന്നിവ കണക്കാക്കി ശരിയായ അനുപാതത്തിൽ പുല്ല്, വൈക്കോൽ, കാലിത്തീറ്റ എന്നിവ നൽകലാണ്. 2. വേനൽക്കാല പ്രത്യേക പരിചരണങ്ങൾ. അതായത് ചൂട് കുറയ്ക്കാൻ വേണ്ടി ഫാനുകൾ, കൂളറുകൾ, ഓട്ടോമാറ്റിക് ഡ്രിങ്കിംഗ് സിസ്റ്റം എന്നിവ സജ്ജീകരിക്കുക. 3. സമഗ്ര ഹെൽത്ത് കാർഡ്. അതായത് പശുവിനെ എപ്പോൾ വിരമരുന്ന് നൽകുന്നു, എപ്പോൾ കുത്തിവയ്പ്പ് എടുക്കുന്നു, ഇവ നൽകിയ തീയതികൾ എന്നിവയെല്ലാം രേഖപ്പെടുത്തി വെക്കാൻ കഴിയുന്ന ഒരു സമഗ്ര ഹെൽത്ത് കാർഡ് സൂക്ഷിക്കുക. 4. ഡിജിറ്റൽ ഹെൽത്ത് ട്രാക്കിംഗ്. ഡിജിറ്റൽ ഹെൽത്ത് ട്രാക്കിംഗ് എന്നൊരു ആശയം കൂടി ഇതിന്റെ ഭാഗമായി ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നു. ഹെൽത്ത് കാർഡിന്റെ ഫിസിക്കൽ കോപ്പിക്ക് പുറമെ ഭാവിയിൽ മൊബൈൽ ആപ്പ് വഴി പശുക്കളുടെ വാക്സിനേഷൻ കർഷകരെ അലേർട്ടായി ലഭിക്കുന്ന രീതിയിലാണ് ഞങ്ങൾ ഇത് പ്ലാൻ ചെയ്യുന്നത്. ഞങ്ങളുടെ കണ്ടെത്തലുകൾ കർഷകരെ അറിയിച്ചപ്പോൾ വളരെ മികച്ച പ്രതികരണമാണ് ലഭിച്ചത്. അതിന്റെ ആദ്യപടിയായി ഞങ്ങൾ വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കുകയും അതിൽ പശുവിന്റെ ആരോഗ്യ വിവരങ്ങളായ എപ്പോൾ വിരമരുന്ന് നൽകണം, എപ്പോൾ വാക്സിനേഷൻ കുത്തിവയ്പ്പ് എടുക്കണം തുടങ്ങിയ കാര്യങ്ങളും അതുപോലെ തന്നെ പശുവിൽ നിന്ന് ഓരോ മാസം ലഭിക്കുന്ന പാലിന്റെ അളവ് എന്നിവയെല്ലാം രേഖപ്പെടുത്തി വെക്കാൻ കഴിയുന്ന ഒരു സമഗ്ര ഹെൽത്ത് കാർഡ് രൂപകൽപ്പന ചെയ്യുകയും ചെയ്തു. ഞങ്ങളുടെ അടുത്ത ലക്ഷ്യമായിരുന്നത് ഇതിന്റെ 2ാം ഘട്ടമാണ്. ഞങ്ങളുണ്ടാക്കിയ ഹെൽത്ത് കാർഡ് കർഷകർക്ക് നേരിട്ട് നൽകാനും അതോടൊപ്പം അവർക്ക് ഇത് എങ്ങനെ ലളിതമായി ഉപയോഗിക്കാം എന്നൊരു അവയർനെസ് ക്ലാസ് കൊടുക്കാനും കൂടിയുള്ള 2ാമതൊരു വർഷം അത് ഞങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തു. എന്റെ പശു എന്റെ സമ്പാദ്യം എന്ന ബോധ്യം കർഷകർ വളർത്താനാണ് ഞങ്ങൾ ഇതിലൂടെ ശ്രമിക്കുന്നത്. റെക്കോർഡുകൾ സൂക്ഷിക്കാൻ ഭാരമല്ല, മറിച്ച് പശുക്കളുടെ രോഗങ്ങളെ കുറിച്ച് മുൻകൂട്ടി അറിയാനും അവ തടയാനും അതുപോലെ തന്നെ ലാഭം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ബിസിനസ് ടൂളാണെന്നും ഞങ്ങൾ അവരെ ബോധ്യപ്പെടുത്തും. ഇതാണ് ഞങ്ങൾ തയ്യാറാക്കിയ ഹെൽത്ത് കാർഡിന്റെ മോഡൽ. ഇതിൽ വാക്സിനേഷൻ കലണ്ടർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് FMD, ബ്രൂസലോസിസ് തുടങ്ങിയവയുടെ കൃത്യമായ ഇടവേളകൾ ഇതിലുണ്ട്.
അതുപോലെ തന്നെ ഡിവേമിംഗ് വിവരങ്ങൾ നൽകുന്നതിനുള്ള കോളങ്ങൾ ഇതിലുണ്ട്. ബ്രീഡിങ്ങിൻ്റെയും ഇൻസെമിനേഷൻ്റെയൊക്കെ വിവരങ്ങൾ നൽകാൻ കഴിയും. പാലുൽപാദനത്തിലെ ലാഭവും നഷ്ടവും കണക്കാക്കാൻ കഴിയുന്ന കോളങ്ങളും ഇതിലുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ കാർഡ് കൈവശമുള്ള ഒരു കർഷകന് തൻ്റെ പശുവിൻ്റെ ആരോഗ്യം ഒരു കണ്ണാടിയിലെന്ന പോലെ വ്യക്തമായി കാണാൻ കഴിയും. ശാസ്ത്രം അത് ലാഭത്തിന് വേണ്ടിയാകാം, പക്ഷേ അത് പ്രകൃതിയോടും മനുഷ്യനോടും ഒത്തിണങ്ങി പോകുമ്പോഴാണ് അതിന് പൂർണ്ണതയിലേക്ക് എത്തുന്നത്. ഞങ്ങളുണ്ടാക്കിയ ഹെൽത്ത് കാർഡ് വെറും ഒരു കടലാസല്ല, മറിച്ച് അത് ഓരോ കർഷകന്റെയും അധ്വാനത്തിലുള്ള ഉറപ്പാണ്. ശാസ്ത്രീയ പരിപാലനം അതാണ് ഓരോ കർഷകന്റെയും വിജയം. അറിവുള്ള കർഷകൻ, ആരോഗ്യമുള്ള പശു, സമൃദ്ധമായ നാട്. ശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാടിലൂടെ നമുക്ക് ഓരോരുത്തർക്കും പശുപരിപാലനം ലാഭകരവും അതുപോലെ തന്നെ പ്രകൃതി സൗഹൃദവുമാക്കാം. ഇനി പറയൂ, പരിപാലിക്കേണ്ടതില്ലേ ഈ പശുപരിപാലനം? നന്ദി, നമസ്കാരം. Thank you, team. Questions? ഹലോ, നിങ്ങൾ ഈ കന്നുകാലി വളർത്തുന്ന കർഷകരെ നേരിൽ കണ്ടില്ലേ? എത്ര ആളുകളെ കണ്ടു? ഞങ്ങൾ മൊത്തം 57 ആളുകളെ കണ്ടിട്ടുണ്ട്. അപ്പം എനിക്കൊരു സംശയം, അതിൽ ഈ വിദ്യാഭ്യാസമൊന്നും കുറഞ്ഞ ഈ കാര്യങ്ങളൊന്നും അറിയാത്ത ആളുകളല്ലാതെ നല്ല വിദ്യാഭ്യാസമുള്ള ഇതിനെക്കുറിച്ചൊക്കെ അറിയാവുന്ന ആളുകളുണ്ടായിരുന്നു? അതോ കർഷകരെന്ന് പറയുന്ന ഈ നേരത്തെ നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഇതിനെക്കുറിച്ചൊന്നും അറിയാത്ത ആളുകൾ ആണോ? വിദ്യാഭ്യാസം ഇല്ലാത്തവരാണോ? അറിയാത്ത ആളുകളാണ് ഉണ്ടായിരുന്നത്. 57 വീടുകൾ സന്ദർശിച്ചപ്പോൾ അങ്ങനെയാണ്. അറിയാത്ത ആളുകൾ, കർഷകർ പറയുമ്പോൾ കുറച്ചുകൂടി എന്താ പറയുക, വയസ്സായിട്ടുള്ള ആളുകളായിരുന്നു 57 വീടുകൾ സന്ദർശിച്ചപ്പോൾ ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ 10 ഫാമുകളിൽ പോയിരുന്നു. അവിടെ ഇപ്പോഴത്തെ ജനറേഷനിലുള്ള ആൾക്കാർ ഇതിലേക്ക് വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായി. അതുപോലെ തന്നെ എന്താ പറയുക, ഇവർക്ക് ഈ എന്താ പറയുക ഈ ഇവര് മെയിൻ ആയിട്ട് ചൂസ് ചെയ്യുന്നത് ഈ ക്ഷീരകർഷകർ തന്നെയാണ് ഇവരെ മെയിൻ ജോബ്. ഈ 57 വീടുകൾ സന്ദർശിച്ച് ഞങ്ങൾക്ക് മനസ്സിലായി. ഫാമുകളിലാണ് കൂടുതലായിട്ട് ഈ യങ് ആൾക്കാർ കണ്ടത്. ആയിക്കോട്ടെ, ഞാൻ ചോദിച്ചത് ഒരു ബിസിനസ്, ഒരു സംരംഭകത്വമായിട്ട് കൊണ്ടുവരുന്നതിനുള്ള ഒരു സാധ്യത നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുതിയ കുട്ടികൾക്കും ഈ വയസ്സായ ആളുകൾ, പാവപ്പെട്ടവർ, വിദ്യാഭ്യാസമില്ലാത്തവർ എന്നുള്ളതിൽ നിന്നും വിദ്യാഭ്യാസമൊക്കെയുള്ള നന്നായി പിന്നെ എന്താ പറയുക, കുറച്ചുകൂടി പുതിയ തലമുറയിലെ ആളുകൾക്കും ഇത് ചെയ്യാവുന്നതാണ് എന്നുള്ള ഒരു ധാരണ ആളുകൾ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അതോ കർഷകർ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറയുന്നതിലെ നമ്മളിങ്ങനെ മാറ്റി നിർത്തിയ മാർജിനലൈസ് ചെയ്യപ്പെട്ട ഒരു വിഭാഗം ആളുകളുടെ പരിപാടി എന്നുള്ള നിലയിലാണോ ഇത് വരിക? അങ്ങനെ സാധ്യത ഉള്ളതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. ഞങ്ങൾ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട് ഇതിനായിട്ട്. അപ്പോൾ ഈ കർഷകരോട് ഞങ്ങളെ അഭിപ്രായം പറയാ, അങ്ങനെ ഈ എല്ലാ കുട്ടികളുടെ താല്പര്യമൊക്കെ ചോദിച്ച് അങ്ങനെ ആ രീതിയിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതെ, ഓക്കെ. കർഷകർ എന്ന് പറയുന്ന അങ്ങനെ ഒരു വേറൊരു വിഭാഗം അല്ലല്ലോ, ആർക്ക് വേണമെങ്കിലും കർഷകനാകാമല്ലോ. നമ്മൾ പറഞ്ഞു വന്നപ്പോൾ കർഷകർ എന്ന് പറഞ്ഞാൽ ഏതോ ഒരു സമൂഹത്തിൽ മാറ്റി നിർത്തിയിട്ടുള്ള വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു വിഭാഗമാണെന്നൊരു തോന്നൽ വരുന്നുണ്ട്. ആർക്ക് വേണമെങ്കിലും, അത് എന്ത് തൊഴിൽ ചെയ്യുന്നവർക്കും എത്ര വിദ്യാഭ്യാസം ഉള്ളവർക്കും ഏത് മേഖലയുള്ളവർക്കും വേണമെങ്കിൽ ഇതൊരു സംരംഭകം ആയി മാറാം, സംരംഭകത്വമായിട്ട് എടുക്കാം. തൊഴിൽ പ്രശ്നമുള്ള കേരളത്തിൽ പോലുള്ള സംസ്ഥാനത്ത് തൊഴിൽ ലഭിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഇടവേളയിൽ നിൽക്കുന്ന ചെറുപ്പക്കാർക്കൊക്കെ ഇതിലേക്ക് വരാം. ആ തരത്തിൽ ഇത് അവതരിപ്പിക്കുകയാണെങ്കിൽ കുറച്ച് നന്നാവുമെന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഈ കർഷകർ എന്ന് പറയുന്നത് എന്തോ നമ്മുടെയൊക്കെ സഹായമൊക്കെ ആവശ്യമുള്ള വളരെ പാവപ്പെട്ട ഏതോ ഒരു വിഭാഗം ആൾക്കാരാണ് എന്ന് തോന്നൽ വരുന്നുണ്ടെന്നുള്ളൂ. ഒന്നത് ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ഈ പറഞ്ഞ കാര്യത്തിൽ നിങ്ങളുടെ നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന ഏതെങ്കിലും ഭാഗവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ബന്ധിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? എവിടെയെങ്കിലും ഇതെന്തെങ്കിലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും വിഷയത്തിൽ, ഏതെങ്കിലും ക്ലാസ്സിൽ? ഞങ്ങൾ ഇപ്പോഴത്തെ ബയോളജിയിൽ പശുവിൻ്റെ ഡൈജഷൻ ആയിട്ടുള്ള ചെറിയൊരു പോർഷൻ ഉണ്ട്. അപ്പോൾ അതുമായി ജസ്റ്റ് ഒരു റിലേഷൻ ഉണ്ട്. അപ്പോൾ അതും കൂടി ഞങ്ങൾ ഒപ്പം വെച്ചിട്ടുണ്ട്. ശരി. കൂട്ടുകാർ കുറച്ചൊന്ന് നിശബ്ദത പാലിക്കണം. ഇവിടെ പ്രസന്റേഷനും ചോദ്യോത്തരവേളയും നടക്കുകയാണ്. ഭക്ഷണം കഴിക്കാൻ പോകുന്ന കൂട്ടുകാരൊന്ന് നിശബ്ദമായി കുറച്ചൊന്ന് സൗണ്ട് കുറച്ച് എന്ന് അഭ്യർത്ഥിക്കുന്നു. ഇനി അതർ ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും? ജഡ്ജസ്.
നിങ്ങൾ സർവേ നടത്തിയപ്പോൾ സഭയിൽ പങ്കെടുത്തവർ പാൽ ഉൽപ്പാദിപ്പിക്കല്ലാതെ വേറെ എന്തെങ്കിലും മൂല്യവർദ്ധിത വസ്തുക്കളായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് കണ്ടെത്തിയായിരുന്നു? തൈരായിട്ടോ അല്ലെങ്കിൽ വെണ്ണയായിട്ടോ വേറെ? ഫാമിക്ക് പോയപ്പോ കണ്ടിരുന്നു ഈ മോരുണ്ടാക്കല്, തൈര്, നെയ്യ് അങ്ങനെയുള്ള ഓരോ ഇത് ഉൽപ്പാദിപ്പിക്കാൻ കണ്ടിരുന്നു. വീടുകളിൽ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ അവരങ്ങനെ കൊടുക്കണില്ല. അവർ വീട്ടാവശ്യങ്ങളിൽ 1-2 വീടുകളിൽ ഉണ്ടാക്കുന്നുണ്ട്. അല്ല, ഒരാൾക്കിത് ഒരു ജീവിതമാർഗമായിട്ട് സ്വീകരിക്കണമെങ്കിൽ ഒരു നിശ്ചിത വരുമാനമൊക്കെ ഒരു മാസം ഉണ്ടാക്കണമെങ്കിൽ എത്ര പശുക്കളെ വളർത്തുമെന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു എസ്റ്റിമേറ്റ് നിങ്ങൾ എടുത്തിട്ടുണ്ടോ ഒരു ഫാമായിട്ട് വളർത്തണമെങ്കിൽ? അത് ഓരോ പശു ഇപ്പോൾ ഫാം ഉണ്ടാക്കുകയാണെങ്കിൽ അയാൾക്ക് ഒരു പ്രോപ്പറായി ചെയ്യുകയാണെങ്കിൽ ചിലവ് കുറച്ചിട്ട് ലാഭം കൂട്ടണമെങ്കിൽ ഇത്ര പശുക്കൾ വെച്ച് അത് കറക്റ്റ് ഡാറ്റ അറിയില്ല, എന്നാലും ഒരു 10 പശുവോളം ആണ് ഞങ്ങൾ ഫാം വിസിറ്റ് നടത്തിയപ്പോൾ ആൾ പറഞ്ഞത്. ആൾക്ക് തുടക്കത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ പശുവിനെ കറക്കാൻ ഉപയോഗിക്കുന്ന കറവയന്ത്രം ഉപയോഗിക്കുന്നവരെ കണ്ടിരുന്നോ? കണ്ടിരുന്നു. അത് ഒരെണ്ണം വെച്ചിട്ട് ഒരു ദിവസം എത്ര പശുവിനെ കറക്കാൻ പറ്റും എല്ലാം കണക്ക് ചോദിച്ചിരുന്നോ? ഒരു മെഷീൻ വെച്ചിട്ട് ഇത്ര ടൈം ഒരു പശുവിനെ, പിന്നെ അത് കഴിഞ്ഞിട്ട് ആ മെഷീൻ വെച്ചിട്ട് തന്നെ ക്ലീൻ ചെയ്തിട്ട് മറ്റു പശുവിനെ അങ്ങനെ കറക്കാൻ പറ്റും. നിങ്ങൾ എത്ര പേരുണ്ടായിരുന്നു ഗ്രൂപ്പിൽ? 30 വിദ്യാർത്ഥികൾ. ആരെങ്കിലും പശുവിനെ വളർത്തുന്നവരുണ്ടായിരുന്നു? ഉണ്ട്. അവര് ഈ പറഞ്ഞ കാര്യങ്ങളെ പറ്റിയിട്ട് അവരുടെ അഭിപ്രായങ്ങൾ എടുത്തിട്ടുണ്ടോ? കർഷകരോട് ചോദിച്ചത് വേറെ കാര്യം. സ്വയം ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരുടേതായ ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ എടുത്തിട്ടുണ്ടോ എന്ന് അറിയാനായിട്ടാണ്. ഞങ്ങളിത് എല്ലാവരും ഒരുമിച്ച് കൂടിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരുടെ അഭിപ്രായം എല്ലാ ആൾക്കാരുടെ അഭിപ്രായം കൂടി കൂട്ടിയിട്ടാണ് ഇപ്പോൾ മൊത്തം ഫൈനലൈസ് ഈ ചെയ്തത്. 30 പേരുടെയും അഭിപ്രായങ്ങൾ ചേർത്ത് ഞങ്ങളായിട്ട് ചോദ്യങ്ങൾ ഉണ്ടാക്കലും അതുപോലെ തന്നെ ഇതൊക്കെ കറക്റ്റ് നോക്കല് ഞങ്ങൾ തന്നെ ഇരുന്നു. ഈ സാധാരണ പശു വളർത്തൽ രീതിക്ക് പുല്ല് കൊടുത്ത് തീറ്റ കൊടുത്ത് ഈ നടക്കുന്ന പ്രവർത്തനങ്ങൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശ്രദ്ധിച്ചു. ഒരു പശുവിന് എത്ര കണ്ട് തീറ്റ കൊടുക്കണം, എത്ര കണ്ട് പുല്ല് കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ആലോചിച്ചിട്ടുണ്ട്? പുല്ല് ഒരു പശുവിന് ഏകദേശം ഒരു 25 കിലോളം പുല്ല് കൊടുക്കാം. 25 കിലോനായിരുന്നു. പക്ഷേ പുല്ലിൽ ഒരു 90% വാട്ടർ കണ്ടന്റ് ആണ്. അപ്പോൾ അവർക്ക് പുല്ല് കൊടുത്താലും കൂടുതൽ വാട്ടർ അബ്സോർപ്ഷനേ നടക്കുകയുള്ളൂ. ഫുഡായിട്ട് കിട്ടണമെങ്കിൽ പുല്ല് അതിൽ 2.5 സംതിങ്ങേ കിട്ടുള്ളൂ, ഒരു KG അത്ര കിട്ടുള്ളൂ. കാലിത്തീറ്റയും അതിനോടൊപ്പം. സ്വയം ശ്രദ്ധിച്ചിട്ടുണ്ട് ഇതൊക്കെ? ഞാൻ ചോദിക്കുന്നത് ഇതൊരു സർവേ എന്നുള്ള മാത്രം രൂപത്തിലാണോ അതോ പശു വളർത്തുന്നതിനെ പറ്റി സ്വയം പഠിക്കാനായിട്ട് നിങ്ങൾ എന്തെങ്കിലും അതിൽ നോക്കിയിട്ടുണ്ടെന്ന് അറിയാൻ വെച്ചാണ്? ഞങ്ങൾ ഈ സർവേ നടത്തിയ ക്വസ്റ്റ്യൻസ് എടുക്കുകയും പിന്നെ ഈ ഹെൽത്ത് കാർഡ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് ഡോക്ടേഴ്സിനോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്, ഡോക്ടറോടും LIമാരോടൊക്കെ. അപ്പോൾ അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം ഇതിലേക്ക് കുറേ കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ പലതിനും കണക്കുകൾ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഉദാഹരണമായിട്ട് തീറ്റ കൊടുക്കുമ്പോൾ സാധാരണഗതി കാലിത്തീറ്റ അതുപോലത്തെയൊക്കെ കൊടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പശുവിന് കൊടുക്കുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? മനസ്സിലായില്ല. സൗണ്ട് ക്ലിയർ ആവില്ല. തീറ്റ കൊടുക്കുമ്പോൾ തീറ്റയുടെ അളവ് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് എടുക്കുന്നത്? ഒരു പശുവിൻ്റെ വെയിറ്റ് അനുസരിച്ചിട്ടാണ്. അത് ഞാനിപ്പോൾ വേറെ ഇത് പറയുന്നില്ല. നിങ്ങൾ വെറ്റിനറി ഡോക്ടർമാരെ ആരെങ്കിലുമായിട്ട് സംസാരിച്ചിട്ടുണ്ടോ? വെറ്റിനറി ഡോക്ടേഴ്സിനോടും അവരടുത്തും പോയിട്ട് ഞങ്ങൾ ഇന്റർവ്യൂ നടത്തി. അതിന് ഞങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തി. സാധാരണഗതിയിൽ ഞാൻ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങളൊന്നും പറഞ്ഞു പോവാം. സാധാരണഗതിയിൽ 400 ഗ്രാം തീറ്റ, പുല്ലല്ല, പുല്ലും ബാക്കിയുള്ളതൊക്കെ മാറ്റി നിർത്തിയിട്ടുള്ളത് കര പദാർത്ഥങ്ങൾ കൊടുക്കുന്നത് 400 ഗ്രാം 1 ലിറ്റർ പാലിനുള്ളതാണ് കണക്ക്. പിന്നെ അത് കൂടാതെ അഡീഷണലായിട്ട്
പശുവിൻ്റെ ശരീരത്തിനെ നിലനിർത്താൻ വേണ്ടി, അത് പശുവിനെ ആശ്രയിച്ചിട്ട് 1 മുതൽ 2 കിലോ വരെ കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഞാനിത് പറയാൻ കാരണം, നമ്മൾ പലപ്പോഴും പല സർവേകൾ നടത്തുമ്പോൾ ഈ പെരിഫറലായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ സംസാരിച്ചു പോകും. നിങ്ങളെ സംബന്ധിച്ചോളം ഞാൻ പറയുന്നത്, കുട്ടികളെ സംബന്ധിച്ചോളം ഏറ്റവും ഇതായിട്ട് നമ്മളല്ലെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും സൂക്ഷിച്ച് നിൽക്കുന്ന ഒരു വ്യവസായമാണ് ക്ഷീരവ്യവസായം. ക്ഷീരവ്യവസായം തന്നെ ഇപ്പം അതിനെ പറയും. ക്ഷീരകർഷകൻ നമ്മൾ പറയുമെങ്കിലും പറയുമ്പോൾ ക്ഷീരവ്യവസായം എന്ന്. അപ്പോൾ അവരുടെ ഒരു എന്നാ ജീവനത്തിന് വേണ്ടുന്ന രൂപത്തിൽ നമുക്ക് ഈ പ്രോജക്റ്റുകളെ മുമ്പോട്ട് പോകുമ്പോൾ പോകാൻ പറ്റും. അതിനുള്ള ശ്രമങ്ങളുണ്ടാകണം എന്ന് മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. പിന്നെ പശു വളർത്തുന്നവരുടെ കൂടെ പോയി 2 ദിവസം അതൊക്കെ ഒന്ന് പഠിച്ച് ഇതാണ് പ്രശ്നം കാര്യം തിരിച്ചറിയുക. എന്തായാലും പ്രസൻറ്റേഷൻ നന്നായിരുന്നു. അടുത്ത തീമും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇവിടെ നിർബന്ധമായിട്ടും എടുക്കേണ്ട ഒരു തീമാണത്. അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. അഭിനന്ദനം. കഴിഞ്ഞു. താങ്ക് യു ടീം. എൻ്റെ പേര് ഫാത്തിമ സജ MC, MES ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ്. എൻ്റെ പേര് നന്ദേശ്വർ CV, ഞാൻ GHS എടത്തനാട്ടുകരയിലെ വിദ്യാർത്ഥിയാണ്. എൻ്റെ പേര് അനഘ, ഞാൻ KHSS കോട്ടപ്പാടം സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് BRCയിൽ നിന്ന് 5 വിദ്യാലയങ്ങളിൽ നിന്നും 30 വിദ്യാർത്ഥികൾ ചേർന്ന് ചെയ്ത ഒരു പ്രൊജക്റ്റിൻ്റെ 3 വിദ്യാർത്ഥികളാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്ന പ്രൊജക്റ്റാണ് പാലിക്കേണ്ടതല്ലേ പശുപരിപാലനം. അപ്പോൾ ഞങ്ങൾ ആദ്യം ഈ പ്രൊജക്റ്റ് എടുത്തപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ഇതിലേക്ക് ഇറങ്ങി ഇതിനെപ്പറ്റി പഠിക്കും, ഓരോ എന്താ പറയുക ഈ ഡോക്ടർമാരൊക്കെ ആയിട്ട് ഓരോ ഇൻ്റർവ്യൂ ഇതൊക്കെ നടത്തിയപ്പോൾ ഞങ്ങൾക്ക് ഇതിലേക്ക് നല്ല ഇൻട്രസ്റ്റ് വന്നു. അതുപോലെ തന്നെ ഞങ്ങളെല്ലാതും മുൻകൈ എടുത്ത് ഞങ്ങളെല്ലാവരും ചെയ്യാൻ തുടങ്ങി. അങ്ങനെയൊക്കെ ഉണ്ടായി. അതേപോലെ ഞങ്ങൾ ഡോക്ടർമാരോടും LAമാരോടൊക്കെ നേരിട്ട് ഇൻ്റർവ്യൂ ചെയ്യുകയും പിന്നെ കുറേ പ്രൊഫസേഴ്സിനോടൊക്കെ ഇങ്ങനെ സംസാരിച്ചിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ കുറേ കാര്യങ്ങൾ മനസ്സിലായി. ഈ ഒരു മേഖലയിൽ ഇത്രയും ഡിഫിക്കൽട്ടീസ് ഉണ്ടെന്നും ആ ഡിഫിക്കൽട്ടീസിനെ എങ്ങനെ മാറ്റാമെന്നും അതിനുള്ള വഴികൾ കാര്യങ്ങളൊക്കെ ഞങ്ങൾ കുറേ പഠിച്ചു. ഞങ്ങൾ ഈ പ്രൊജക്റ്റിൻ്റെ ഭാഗമായി കണ്ടെത്തിയത് ഈ സമഗ്ര ഹെൽത്ത് കാർഡ് സൂക്ഷിക്കുന്നത് പശുപരിപാലനത്തിന് ഏറെ ഫലപ്രദമാണ്. അതുപോലെ തന്നെ ഞങ്ങൾ ഇതിൻ്റെ ഭാഗമായി ഒരു ആപ്പ് ഉണ്ടാക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യം IIT-യിൽ പാലക്കാട് IIT വെച്ചിട്ട് ഈ പ്രൊജക്റ്റ് അവതരിപ്പിച്ചു. അതിൽ നിന്ന് ഞങ്ങൾക്ക് സംസ്ഥാന തലമായിട്ട് ഇപ്പോൾ കുസാറ്റിലേക്ക് ഞങ്ങളിവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് സെലക്റ്റഡ് ആയിട്ട്. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. ഇവിടെ കുസാറ്റിൽ വന്നപ്പോൾ ഒന്നാമത്തെ കുസാറ്റായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു. പിന്നെ ഇവിടെ വന്നപ്പോൾ ഫുള്ള് ആംബിയൻസ് അറ്റ്മോസും അടിപൊളിയാണ്. അതേപോലെ CCCയിൽ പോയിട്ട് ഇന്നലെ ഫീൽഡ് വിസിറ്റും അതുപോലെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. ഫീൽഡ് വിസിറ്റ്, കുറേ ഫിസിക്സ് ലാബ്, ബയോ ലാബ് കുറേ കാണാൻ പറ്റി. അതേപോലെ തന്നെ ഇന്നലെ ആക്ടിവിറ്റീസ്, ടെലിസ്കോപ്പ്, പിന്നെ ഗ്ലോബ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. നല്ലൊരു നമുക്ക് കളിച്ചുകൊണ്ട് പഠിക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു ഇവിടെ ഫുൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇത്രയും ഓഡിയൻസ് ഉള്ളൊരു പ്ലേസിൽ നിന്ന് പ്രസൻറ്റ് ചെയ്യുന്നത് ഞങ്ങളുടെ പ്രൊജക്റ്റ്. ഞങ്ങൾ അത്രയും എഫേർട്ട് ഇട്ട് ചെയ്തൊരു പ്രൊജക്റ്റാണ്. അതുപോലെ തന്നെ ഇങ്ങനെ ഇത്രയും ഓഡിയൻസ് പറയുമ്പോൾ പിന്നെ നമ്മളിങ്ങനെ നെർവസ്നെസ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ അവതരിപ്പിച്ചു. അങ്ങനെ അടിപൊളിയായിരുന്നു ഈ ഒരു ഇത്. നല്ല എക്സ്പീരിയൻസ് ആയി. താങ്ക് യു.